പാതി കിലോമീറ്റർ. സാധാരണ ഒരു പെട്രോൾ വണ്ടി 10,000 വെച്ച് കൂട്ടാണ്, അതിന് പാതി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. HDK മിഡിൽ ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോളോ ഫോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിങ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ബാക്ക് ക്യാമറ ഉണ്ട്. കാരണം പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യാണ്. അയ്യോ, അത് ഫസ്റ്റ് പറയേണ്ട സംഭവമാണ്. അത് വിട്ടുപോയി. പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ വരുന്ന ജനുവരി 10-ാം തീയതിയാണ് ഷോറൂമിന്റെ ഇനാഗ്രേഷന്. അപ്പൊ എല്ലാരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. 12-16 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടൂലേ? കിട്ടും 16-17 കിട്ടും. ഡീസലാണ്. ഓക്കെ. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ, എല്ലാത്തിലും പറയുന്നു. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ അല്ല. പിന്നെ മെയിൻ്റനൻസ് സെഗ്മെന്റ് അധികം പേടിക്കേണ്ട ആവശ്യമില്ല, പെട്രോൾ ആയതുകൊണ്ട്. എന്നാലും കമ്പാരിറ്റീവ് ഇപ്പോൾ കിയ വണ്ടികളെക്കാളും മെയിൻ്റനൻസ് ഉണ്ടാവും. അത് പിന്നെ ഇത് എടുക്കുന്നവർ ആ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണല്ലോ, അവിടെ പറയാനില്ല. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ 2026 ക്യാപ്സിലെ ആദ്യത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അനസാണ് നമ്മുടെ കൂടെ. സ്വാഗതം. താങ്ക് യു. കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരാണ് ക്യാപ്സിന്റെ ലൊക്കേഷൻ വരുന്നത്. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ക്യാപ്സിനെ പറ്റി അറിയാലോ, കോമ്പാക്ട് SUV സെഗ്മെന്റ് വാഹനങ്ങളാണ് അധികം ഉണ്ടാകാറുള്ളത്. അതിൽ തന്നെ കിയ, ഹ്യുണ്ടായ്, ടാറ്റ തുടങ്ങിയ മോഡലുകളായിരിക്കും കൂടുതലും അല്ലേ? ഓക്കെ. ന്യൂ ഇയർ ആയിട്ട് സെയിം വണ്ടികൾ തന്നെ വീണ്ടും കൊണ്ടുവന്നു. സെയിം വണ്ടി പഴയ സ്റ്റോക്ക് അല്ലല്ലോ? ഓക്കെ, പഴയ സ്റ്റോക്ക് അല്ല, പുതിയ വണ്ടി തന്നെ. ഞാൻ ഉദ്ദേശിച്ച സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാൻഡ് മാറിയിട്ടില്ല. ഓക്കെ. എന്താ ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും സ്കീമോ കാര്യങ്ങളോ നടക്കുന്നുണ്ടോ? ഈ പറഞ്ഞ മാതിരി ഇൻസൾട്ട് അല്ലേ മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ഓഫർ. ഓഹോ, നമ്മൾ ഡിസ്കൗണ്ടില് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് കമന്റിൽ നോക്കി അറിയാം. അയ്യോ, അത് ഇനിയിപ്പോ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്താലും അത് ആ കമന്റില് ചീത്ത വിളി കേൾക്കും. അപ്പോൾ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ 2026 നമ്മളിങ്ങനെ നമ്മുടെ ഫാമിലി ഇങ്ങനെ വളർന്നുകൊണ്ട് കാണുക. അപ്പോൾ എല്ലാവരും വന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവുക. ബാക്കി പേഴ്സണൽ പേജും പറയട്ടെ. ഞാൻ പേജില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറന്നുകൊണ്ട് അതിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ. ഇത് പറയാൻ വിട്ടുപോയതാണ്, MG ഉണ്ടാകാറുണ്ട്. MG മെയിനാണ്. ഓക്കെ. KL5 കോട്ടയം വണ്ടിയാണ് നമ്മുടെ ആദ്യ വാഹനം. ഹെക്ടർ അല്ല, MG ഹെക്ടറാണ്. MG ഹെക്ടർ 2019 മോഡല്, പെട്രോൾ, ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. ഷാർപ്പ് സിംഗിൾ ഓണർഷിപ്പിൽ 82,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ഇവർ ഇവിടുന്ന് എത്രയോ വിറ്റ സെഗ്മെന്റ് ആണ് MG പെട്രോൾ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. നല്ലോണം വിറ്റുണ്ടാവും അല്ലേ? ഒരുപാട് വിറ്റുണ്ട്. കിയ സെൽറ്റോസും ഒരുപാട് പോയിട്ടുണ്ട്. അതിൽ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ. മൈലേജ് എന്ന് വെച്ചാൽ ഒരു 8-10 ഒക്കെ കണ്ടാൽ മതി, മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ എന്നാൽ കൂടെ സാധനം പോകുന്നുണ്ട്. ഒന്നാമത് വെച്ചാൽ അതിന്റെ ബഡ്ജറ്റും അത്രയും ഓപ്ഷൻസ്, അത്രയും ഫീച്ചേഴ്സ്, അതാണ് ബാക്കിയുള്ള മോഡൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ടാണ്. ഓക്കെ. 83,000 കിലോമീറ്റർ. അതെ, 82,000 കിലോമീറ്റർ. 2019 ഷാർപ്പ് ഫുൾ ഓപ്ഷൻ. എത്ര ചോദിക്കുന്നതിന് ഇപ്പോൾ? ഇതിപ്പോൾ റേറ്റ് വയ്ക്കുന്നത് ഫുൾ ഓൺ തന്നെ കൊടുക്കാൻ പറ്റും. 9,65,000 രൂപ. 9,65,000. 2019 ഷാർപ്പ് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. ഫുൾ ഓൺ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ചാൻസ് അല്ല, ഫുൾ ഓൺ ഒരു പ്രൊഫൈലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ കൊടുക്കാൻ കിട്ടും. മറ്റേ 25,000 അങ്ങോട്ട് കൊടുക്കുക പണ്ട് പറയണവരോട്. അല്ല, വേറെ വർക്കൊന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്യാനൊന്നുമില്ല. ഫുള്ള് കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. A to Z കമ്പനി സർവീസാണ്. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞാണ് 1 ഇയർ നമ്മുടെ ഷോറൂമിൻ്റെ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി കൊടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് സെൽറ്റോസ് എത്തി. KL13 കണ്ണൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല്, പെട്രോൾ, മാനുവൽ, HTK ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 വർഷം 5 വർഷമാവാനായി. ഇപ്പോൾ 6 മാസം വന്നാൽ ഈ വർഷം 6 മാസം വന്നാൽ 5 വർഷമാവും. വെറും 25,000 അല്ലേ? അതെ, വളരെ ലോ കിലോമീറ്റർ ആണ്. പാതി കിലോമീറ്റർ. സാധാരണ ഒരു പെട്രോൾ വണ്ടി 10,000 വെച്ച് കൂട്ടാണ്, അതിന് പാതി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. HDK മിഡിൽ ഓപ്ഷനാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോളോ ഫോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിങ്, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? ബാക്ക് ക്യാമറ ഉണ്ട്, ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ അലോയ് വീൽ ഇല്ല, സൺറൂഫ് ഇല്ല. പിന്നെ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. ഓക്കെ. ക്ലെയിം കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല. ഹിസ്റ്ററി പ്രോപ്പർ ആണോ? കമ്പനി സർവീസ്, പീരിയോഡിക് സർവീസ് കറക്റ്റ് പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇപ്പോൾ റേറ്റ് നമ്മൾ വയ്ക്കുന്നത് 9,50,000 രൂപ.
9.5 ലക്ഷമാണ് ഇതിനും ചോദിക്കുന്നത്. 2021 മോഡൽ HTK ലോ കിലോമീറ്റർ വണ്ടിയാണ്. 25,000. ഓക്കെ, മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറൂല്? മാക്സിമം നമുക്കൊരു 85-90% ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത സെൽട്ടോസ് ഏറ്റവും ഫസ്റ്റ് ഷേപ്പാണ് KL 39 രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് HTX ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. HTX വരുമ്പോൾ ഇതിൽ സൺറൂഫ് വരും. സൺറൂഫ്, സീറ്റ് ബട്ടൺ, അലോയ്സും വരും. അലോയ് വീൽ. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ അങ്ങനത്തെ ഒന്നും വരും. അതില്ല. ഓട്ടോ എത്രയാ പറഞ്ഞത്? 67,000. 67,000. 20 നോർമൽ ഓട്ടാണ്. ക്ലെയിമും കാര്യമൊന്നുമല്ലല്ലോ? അല്ല, കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് ഈ പറയുന്ന പോലെ. ഓക്കെ, പിന്നെ ഈ പറയുന്ന എല്ലാ വണ്ടികൾക്കും 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും എല്ലാം 10,000 കിലോമീറ്റർ. ഏതാണോ ഫസ്റ്റ് ആവുന്നത് അത് നമ്മുടെ ഷോറൂം അതുപോലെയുള്ള വാറണ്ടി നിങ്ങൾ കൊടുക്കേണ്ട ഷോറൂം വാറണ്ടി. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്രയാണ് ഇതിപ്പോൾ നമ്മൾ റേറ്റ് വയ്ക്കുന്നത് 11,60,000 രൂപ. 11,60,000 ഒരു സെൽട്ടോസ്, അതും സൺറൂഫ് അടക്കം വരുന്ന HTX 2020 ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓട്ടോമാറ്റിക് സെൽട്ടോസ് ആണ്. അതെ. ലോണ് ഫുള്ള് ചാൻസ് ഉണ്ടോ? ഉണ്ട്, നമുക്കൊരു 85-90% ലോൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഫുൾ ആവുക? 90% അല്ലേ? ബാക്കി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചായിരുന്നു. എങ്ങനെ? ഞാൻ ഹാഫ് ഉറക്കത്തിലായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല. 85-90% ചെയ്തില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും സെൽട്ടോസ് തന്നെ. KL 81 രജിസ്ട്രേഷൻ വാഹനം. അനസേ, തീർന്നു ഇതോടെ ഇന്നത്തെ സെൽട്ടോസ്? ഇനി ഓട്ടോമാറ്റിക് ഉണ്ട്, IMT ഉണ്ട്. ഏതാ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, അതിനനുസരിച്ച്. ഡീസൽ ഉണ്ടോ? ഡീസലും ഉണ്ട്, ഡീസൽ IMT ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ. അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡല് HTX ആനിവേഴ്സറി എഡിഷൻ ആണ് വണ്ടി വരുന്നത്. ഈ പറയുന്ന പോലെ സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ. ആനിവേഴ്സറി എഡിഷൻ ആണ്. ഈ ഒരു ഓറഞ്ച് 2-3 സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. വീലിലൊക്കെ ഉണ്ട്, ബ്ലാക്ക് ആയിരിക്കും. സീറ്റ് കവർ 21 മോഡൽ അല്ലേ? ആ ബീച്ച് കളർ മാറിയിട്ട് ഡാർക്ക് എഡിഷൻ ഇന്റീരിയർ. ആനിവേഴ്സറി എഡിഷൻ എന്ന് പറയുമ്പോൾ ഏത് ഓപ്ഷൻ വരിക? HTX X ആണ്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സീറ്റ് വെന്റിലേഷൻ അങ്ങനത്തെ ഒന്നും വരില്ല. അതെ അതെ. ഓക്കെ, ഓട്ടം 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ആ സമയത്താണ് വണ്ടി വന്നിരുന്നത്. ഇപ്പം ഓക്കെ, വീണ്ടും സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ പക്ഷേ റേറ്റിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. കാരണം പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യാണ്. അയ്യോ, അത് ഫസ്റ്റ് പറയേണ്ട സംഭവമാണ്. അത് വിട്ടുപോയി. പുതിയ ഷോറൂം ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ വരുന്ന ജനുവരി 10-ാം തീയതിയാണ് ഷോറൂമിന്റെ ഇനാഗ്രേഷന്. അപ്പൊ എല്ലാരും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ജനുവരി 10-ന് ഇവിടെ തന്നെ ക്യാപ്സിന്റെ കോഴിക്കോട് തിരുവണ്ണൂർ ഷോറൂമിന്റെ അടുത്ത് തന്നെ ആയിട്ട് പെട്രോൾ പമ്പ് ഉണ്ട് തിരുവണ്ണൂർ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. ഇത് ഫസ്റ്റ് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അത് മറന്നുപോയി, സാറില്ല, സോറി. അപ്പൊ ഇതിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്? എല്ലാത്തിനും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു മാർക്കറ്റിംഗ്, കസ്റ്റമേഴ്സിന് വേറെ ആൾക്കാരെ വെച്ച് വീഡിയോ ചെയ്യിപ്പിക്കണ്ട, അതിനേക്കാളും നല്ല ജിതിനേറ്റം ചെയ്താൽ മതി എന്നുള്ള തീരുമാനത്തിൽ ഡിസ്കൗണ്ടഡ് ആയിട്ട് കൊടുത്തു. എല്ലാ വീഡിയോ ആയിക്കോട്ടെ. എങ്ങനെയാ റേറ്റ്? എങ്ങനെയാ ഇത് റേറ്റ് വരുന്നത്? 10,90,000 രൂപ. 10,90,000 2021 ആനിവേഴ്സറി എഡിഷൻ HTX ഈ ഒരു സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാനുവൽ വാഹനം. ഓക്കെ, ലോൺ എത്ര കയറും? ലോണൊക്കെ നമുക്ക് ഒരു 85-90% എന്തായാലും കയറും. ചാൻസ് അതിന്റെ മുകളിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ വീണ്ടും അടുത്ത സെൽട്ടോസ് വന്നിരിക്കുകയാണ്. KL 74 രജിസ്ട്രേഷൻ വാഹനം. അതെ, മോഡൽ 21. ഇത് 21 11-ാം മാസം വരുന്ന കിയ സെൽട്ടോസ് HTK പ്ലസ് പെട്രോൾ IMT. ക്ലച്ച് ഉണ്ടാവില്ല, ഗിയർ മാറ്റാൻ പറ്റും, സെമി ഓട്ടോമാറ്റിക് ആണ്. വണ്ടി ഓഫായി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ HTK+ ആണ്. നേരത്തെ കണ്ടത് Kയും HTXും ആയിരുന്നു. അതിൻ്റെ ഇടയിൽ വരുന്ന ഓപ്ഷനാണ്. ഇതിലും സൺറൂഫ്, പുഷ് ബട്ടൺ, മറ്റേ ബാക്ക് വൈപ്പർ, അലോയ് വീൽ, ഒട്ടുമിക്ക ഓപ്ഷൻസ് ഉണ്ട്. അലോയ്സിലൊക്കെ ചെറിയ ഷേപ്പിൽ ചേഞ്ചസ് ആണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റെസ്റ്റ്, ബാക്കിൽ ഹാൻഡ് റെസ്റ്റ് ഇല്ല, അങ്ങനത്തെ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ തമ്മിൽ. ഇത് സിംഗിൾ ഓണർഷിപ്പിൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ വാഹനത്തിനും നമ്മൾ പറയുന്ന 1 ഇയർ എഞ്ചിനീയറിംഗ് റിപ്പോർട്ട്സിന് എല്ലാം 10,000 കിലോമീറ്റർ നമ്മുടെ ക്യാപ്സിൻ്റെ വാറണ്ടി ഉണ്ടാവും. പിന്നെ ഇത് റേറ്റ് വയ്ക്കുന്നത് 9,90,000 രൂപ. 9,90,000. ഏതായാലും സെൽട്ടോസ് നമ്മൾ ഇത്രയും കണ്ടല്ലോ. സെൽട്ടോസിൻ്റെ മൈലേജ് അനസ് എപ്പോഴും പറയാറുണ്ട്. അനസിന് തെറിവിളിയും കിട്ടിയിട്ടുണ്ട്. ഇത്ര മൈലേജ് കൂട്ടി പറയുന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, പക്ഷെ എനിക്ക് നല്ലതും കിട്ടിയിട്ടുണ്ട്. നല്ലതും കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ലത് കിട്ടിയൊരു കമന്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യാലേ? അതെ, അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കമന്റ് ഇട്ട് ഓടിക്കുക, പറഞ്ഞു ഓടിക്കാറുണ്ട്. ഒന്നാമത് ഓടിച്ച് കിട്ടുന്ന, ഇപ്പം നമ്മൾ എൻജിക്ക് ആ മൈലേജ് പറയലില്ല. ഓക്കെ, അപ്പോൾ ഓടിച്ച് കിട്ടുന്ന മൈലേജ് ധൈര്യത്തിൽ പറയാലോ എന്നുള്ളത്. എത്രയാ ഒന്ന് പറഞ്ഞു കൊടുത്തേ?
അതായത് ഇപ്പോൾ HT IMT ഒക്കെ നമുക്കൊരു 15 റേഞ്ചൊക്കെ സ്ട്രേറ്റ് റോഡ് കിട്ടും. എല്ലാം സ്ട്രേറ്റ് റോഡാണ് പറയാം. ഓക്കെ. മാനുവലിലാണെങ്കിൽ നമുക്ക് 17 വരെ കിട്ടും. 17. ഓട്ടോമാറ്റിക്കിനും 15, 16, 17 റേഞ്ചിൽ കിട്ടും. ഇതൊക്കെ ടൗണിലാണെങ്കിൽ 12, 13 അത്രേ കിട്ടുള്ളൂ. അതൊരു ഇത് ഏത് പെട്രോൾ വണ്ടി ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും യൂസ്ഡ് കിയ സെൽട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കോഴിക്കോട് ക്യാപ്സിലേക്ക് വന്നാൽ മതി. അടുത്ത സെൽട്ടോസാണ്. KL 34 രജിസ്ട്രേഷൻ. അതെ. 2023 ന്യൂ ഷേപ്പാണ് വാഹനം വരുന്നത്. പെട്രോൾ ഓട്ടോമാറ്റിക് HTX തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ 51,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. HTX തന്നെ. ഓക്കെ. 51,000 സിംഗിൾ ഓണർഷിപ്പ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക്. എത്ര വയ്ക്കുന്നത്? ഇത് റേറ്റ് വരുന്നത് 15,15,000 രൂപ. എന്നാൽ പിന്നെ അത് റൗണ്ടായി കൂടെ? 15 ലക്ഷത്തിന് കൊടുക്കാം. എന്നാൽ പിന്നെ 14,900 ഓടിച്ചാലോ? ഇല്ല, അത് പറ്റില്ല. മാക്സിമം കുറച്ചിട്ടാണ് എല്ലാ വണ്ടിയും ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ 15 ചോദ്യം. ബാക്കി നിങ്ങൾ വന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്തോ? അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞു പഠിക്കില്ലേ. എല്ലാവരും കൂടി വന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. 15 ലക്ഷത്തിന് നമുക്ക് ഫൈനൽ. 15 ലക്ഷത്തിന് ഫൈനൽ റേറ്റ് ആണ്. 2021 HTX ഓട്ടോമാറ്റിക് സെൽട്ടോസ് നിങ്ങൾക്ക് കൊണ്ടുപോകും. 51,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും നമുക്ക്. ഇപ്പോൾ ഓൾറെഡി 2026 6 മാസം വരെ ഉണ്ട്. നമ്മൾ തൊട്ട് മുന്നേ കണ്ട സെൽട്ടോസ് ഇല്ലേ, അതിൽ കുറച്ച് സ്ക്രാച്ച് വർക്കൊക്കെ കണ്ടു. ഇല്ല, അതൊക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടുള്ള കൊടുക്കും. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോറൂം ന്യൂ ഇയർ ആയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക. പെയിന്റ് പണിയും ഒക്കെ മോഡിഫൈ. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടികളെല്ലാം വൃത്തിയാക്കി തിരിച്ച് വീണ്ടും കയറ്റും. ഓക്കെ. അപ്പോൾ നേരത്തെ കാണിച്ചാൽ നിങ്ങൾക്ക് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ സ്ക്രാച്ച് കാര്യമൊക്കെ. അതൊക്കെ ക്ലിയർ ആയിട്ടേ തരുള്ളൂ വണ്ടി. ഇതിലിപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ വർക്ക്? ഇല്ല, ഒന്നും ചെയ്യാനില്ല. ഓക്കെ. അപ്പോൾ താല്പര്യം ഉണ്ടാവും വിളിച്ചോളൂ. 15 ലക്ഷത്തിന് ഫൈനൽ റേറ്റ്. അടുത്ത വണ്ടിയിലേക്ക്. Volkswagen Tiguan KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. ഇത് ഫുൾ ഓപ്ഷനാ? ടോപ്പ് ലൈൻ ആണ്. 1 ലിറ്ററിൽ ഫുൾ ഓപ്ഷൻ അല്ലേ? 1 ലിറ്റർ ടർബോ. 1 ലിറ്റർ ടർബോ ഫുൾ ഓപ്ഷൻ വണ്ടി. മോഡൽ ഏതാ? 2021 മോഡല്, 10ാം മാസം വരുന്ന ടോപ്പ് ലൈനും ഫുൾ ഓപ്ഷൻ മാനുവൽ പെട്രോൾ. ഇതിന്റെ GTയിലേക്ക് പോയാൽ അടക്കം കിട്ടാത്തൊരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഇതില വരുന്നത് അല്ലേ? GTയിൽ വരുന്നില്ല. GT പോയാലും. ഓക്കെ. കിലോമീറ്റർ ഇത് 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള കറക്റ്റ് പീരിയോഡിക് സർവീസ് പോയിട്ടുണ്ട്. സർവീസും പോയിട്ടുണ്ട്. കറക്റ്റ് സർവീസും പോയിട്ടുള്ള ഒരു വണ്ടിയാണ്. പോയിട്ടുണ്ട്. പീരിയോഡിക് പോയിട്ടില്ല? പീരിയോഡിക് സർവീസും പോയിട്ടുണ്ട്. ഓക്കെ. വെറും 14,000 വളരെ ലോ കിലോമീറ്റർ ഓടിയ 2021 ടോപ്പ് ലൈൻ ഈ ഒരു 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് അല്ല മാനുവൽ വാഹനം നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും? 10,65,000 രൂപ. 10,65 21 മോഡൽ. വെറും 14,000 കിലോമീറ്റർ ആണ്. ടൈഗോണിൻ്റെ പല കിലോമീറ്ററിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ വെറും 14,000 ഓടിയ ഫുൾ കമ്പനി സർവീസുള്ള വണ്ടി ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ എത്ര കയറും? നമുക്കൊരു 90% എന്തായാലും ലോൺ കയറും. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് ഒരു 7 സീറ്റർ ഹ്യുണ്ടായി അൽക്കാസർ ആണ്. KL 22 രജിസ്ട്രേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച അൽക്കാസർ ആണോ? അല്ല, ഇത് പുതിയത് ഇന്നലെ വന്നിട്ടേ ഉള്ളൂ വണ്ടി. പുതിയ സ്റ്റോക്ക് അല്ലേ? അതെ. ഇത് 2022 മോഡല് ഡീസൽ ഓട്ടോമാറ്റിക് സിഗ്നേച്ചർ ഓപ്ഷണൽ. ഏറ്റവും ഫുൾ ഇതിൽ സീറ്റ് വെന്റിലേഷൻ കാര്യങ്ങളൊക്കെ വരും എല്ലാം വരുന്നുണ്ട്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരു 12-16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടൂലേ? കിട്ടും. 16-17 കിട്ടും. ഡീസലാണ്. ഓക്കെ. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ വാറണ്ടി ഉണ്ടാവും. ഓക്കെ. എല്ലാത്തിലും പറയുന്നത് ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? 22 ഡീസൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ഓപ്ഷൻ അൽക്കാസർ ആണ്. 7 സീറ്റർ എന്ന് വെച്ചാൽ പുറകിൽ അത്യാവശ്യം വലുപ്പമുള്ള 2 ആൾക്കാർക്ക് ഇരിക്കാം. കുട്ടികളാണെങ്കിൽ ബേബി സീറ്റ് ആണ്. കുട്ടികളാണ് 3 അടിപൊളിയായിട്ടിരിക്കാം. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? എത്ര? ഇതിപ്പോൾ 17,90,000 രൂപ. 17,90 ഡീസൽ ഓട്ടോമാറ്റിക് 2022 മോഡൽ ഫുൾ ഓപ്ഷൻ അൽക്കാസർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 16 ലക്ഷം വരെ ലോൺ കിട്ടും. ഓക്കെ. ഈ പറഞ്ഞ എമൗണ്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവും? അതോ എല്ലാം ചെറിയ മാറ്റം നമ്മൾ ചെയ്ത് കൊടുക്കും. ചെറിയ മാറ്റം. ഓക്കെ. അടുത്ത 1-2 വണ്ടി അതിൽ തന്നെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫൈനൽ. ഓക്കെ. അടുത്ത വണ്ടി. അടുത്തത് ഒരു പ്രീമിയം സെഗ്മെന്റ് SUV ആണ്. ജീപ്പ് കോമ്പസ് KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ ഇത്? ഇത് 2019 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ലിമിറ്റഡ് പ്ലസ് പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന മോഡലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷനാണ്. ഓക്കെ. 19 എത്ര ഓട്ടം പോയി? ഇത് 36,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്.
ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കാണ്. ക്ലെയിമോ കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി പ്രോപ്പർ ആണോ? ഹിസ്റ്ററി എല്ലാം കറക്റ്റ് ആണ്. ഓട്ടോ എത്ര പറഞ്ഞത്? 36,000. ഓക്കെ. 19 അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ അല്ല. പിന്നെ മെയിൻ്റനൻസ് സെഗ്മെന്റ് അധികം പേടിക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ ആയതുകൊണ്ട് എന്നാലും കമ്പാരിറ്റീവ്ലി ഇപ്പോൾ കിയ വണ്ടികളെക്കാളും മെയിൻ്റനൻസ് ഉണ്ടാവും. അത് പിന്നെ ഇത് എടുക്കുന്നവർ ആ ഒരു പ്രീമിയം സെഗ്മെന്റ് ആണല്ലോ, അങ്ങനെ പറയാനില്ല. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കുഴപ്പമില്ലാത്ത നല്ല ടയേഴ്സ് ഉണ്ട് അല്ലേ? ഉണ്ട്. നല്ല ടയറാ. നല്ല ടയർ. നല്ലതൊന്നും പറയണ്ട, കുഴപ്പമില്ല. അത്യാവശ്യം എന്തായാലും എടുത്തൊരു 1-2 വർഷത്തേക്ക് മാറേണ്ട ആവശ്യമില്ല. 2 വർഷം 2 വർഷം പറഞ്ഞാൽ ഒരു 10-18,000 20,000 കിലോമീറ്റർ. 20,000 കിലോമീറ്റർ, അതാണ് 2 വർഷം. കറക്റ്റ് അല്ലേ? ഓക്കെ. എത്ര രൂപ ചോദിക്കുന്നത്? ഇത് റേറ്റ് വരുന്നത് 12,90,000 രൂപ. 12,90,000 2019 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് പെട്രോൾ ജീപ്പ് കോമ്പസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 11 ലക്ഷം ലോൺ വരും. കയറും, സുഖമായിട്ട് കയറും. ഓക്കെ. അപ്പോൾ പ്രീമിയം സെഗ്മെൻ്റ് ആണ്. മെയിൻ്റനൻസ് സൈഡ് ഒന്ന് കാണണം. അതായത് സർവീസ് കമ്പനി ചെയ്യുകയാണെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടും അല്ലേ? ഒരുപാടല്ല, എന്നാലും കൂടും. അടുത്ത വണ്ടിയിൽ വീണ്ടും ടൈഗോഡാണ്. KL2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനം. ഇത് GT ഇത് GT Plus ആണ്. അങ്ങനെയാണെങ്കിൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, പക്ഷെ പവർ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. അതെ, 1.5 അതിന്റെ പെർഫോമൻസ് കിട്ടണമെങ്കിൽ DSG ഗിയർ ബോക്സ് ആണ്. മറ്റേ ടോർക്ക് കൺവെർട്ടർ ആണ് ഗിയർ ബോക്സ് വരിക. പൊട്ടുക്കുന്ന സാധനം എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങോട്ട് വരണം അല്ലേ? എങ്ങനെ 2021 മോഡൽ ഈ പറഞ്ഞ GT Plus പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വാഹനം വരുന്നത്. DSG ഗിയർ ബോക്സിൽ സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 50,000 നോർമൽ ഓട്ടം തന്നെ. ക്ലെയിമും കാര്യമൊന്നും ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. GTക്ക് എങ്ങനെ മൈലേജ് എങ്ങനെ? മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-11 റേഞ്ച് കിട്ടുമോ? സിറ്റിയിൽ കിട്ടും. സിറ്റി അല്ല, ഒരു ആവറേജ് റോട്ടിൽ കിട്ടും. ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഓക്കെ. എത്ര ഇനി ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിപ്പോൾ നമ്മൾ റേറ്റ് വയ്ക്കുന്നത് പറഞ്ഞാൽ 13,25,000 രൂപ. 13.25 ലക്ഷം രൂപയ്ക്ക് 2021 GT Plus നിങ്ങൾക്ക് കൊണ്ടുപോകാം അല്ലേ? ഓക്കെ. ഒരു 12-12.5 ലോൺ വരും. 12 ലോൺ കിട്ടും. 12 ലക്ഷം രൂപ ലോൺ വരും. 12 വരെ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോളൂ. ഇതിൻ്റെ മറ്റേ കുഷാക്കിൻ്റെ സെഗ്മെന്റ് ഉണ്ടോ ഇവിടെ? ഇപ്പോൾ ഉണ്ട്, കുഷാക്കും ഉണ്ട്. സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിൽ നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം കുഷാക്ക്. KL73 രജിസ്ട്രേഷനാണ്. സ്കോഡ കുഷാക്ക്. നമ്മൾ ടൈഗോൺ കണ്ടിരുന്നു 2 ഇതേതാ? ഇത് കുഷാക്ക് സ്റ്റൈൽ 1 ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക്. സ്റ്റൈൽ ഫുൾ ഓപ്ഷൻ ടർബോ ഓട്ടോമാറ്റിക് ആണ് 1 ലിറ്റർ. ഏതാ മോഡൽ? ഇത് 2023 മോഡൽ, 24 രജിസ്ട്രേഷൻ, 2028 വരെ വാറണ്ടി ഉള്ള സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ ഓട്ടോമാറ്റിക് ടർബോ എഞ്ചിനിൽ വരുന്ന 1 ലിറ്റർ ടർബോയിൽ വരുന്ന വാഹനമാണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 49,000. സെയിം സാധനം തന്നെ, നേരത്തെ കണ്ട ടോപ്പ് ലൈൻ ഫോക്സ് വാഗൺ ടൈഗോണിൻ്റെ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ലുക്ക് വൈസ് ഉള്ള വ്യത്യാസം അത് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില രണ്ടിനും ഇവിടെ ഓപ്ഷൻ ഉണ്ട് അല്ലേ? ലുക്ക് വൈസ് ഉള്ള വ്യത്യാസമാണ്, വേറെ ഒന്നുമില്ല. ഇതിൽ സീറ്റ് വെന്റിലേഷൻ 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ റേറ്റ് വരുന്നത് 12,90,000 രൂപ. ഏകദേശം ഫൈനലാക്കിയിട്ട് തന്നെ ഇട്ട റേറ്റാണ്. 12,90,000. 12,90,000 23 മോഡൽ, 24 രജിസ്ട്രേഷൻ, 28 വരെ കമ്പനി വാറണ്ടിയുള്ള ടോപ്പ് ലൈൻ ഓട്ടോമാറ്റിക് 1 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ ടോപ്പ് ലൈൻ അല്ല, സ്റ്റൈല് കുഷാക്കിൽ സ്റ്റൈല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. അപ്പോൾ വേറെ ക്ലെയിമും ഒന്നുമില്ല അല്ലേ? ടയേഴ്സ് ആവറേജ് ആണ്, അതായത് ഒരു ഡ്രോബാക്ക് ഉള്ളത്. ടയേഴ്സ് ആവറേജ് ആണ്, മാറേണ്ടി വരും. ഓക്കെ. അപ്പോൾ ലോൺ എത്ര കയറും? 90% 90% കയറും. 90-95% ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. കുഷാക്കിൻ്റെ GT ഉണ്ടോ? വേറെ GT ഇല്ല. ഓക്കെ. എന്തായാലും അതൊന്നും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ടൈഗോണിൻ്റെ GT എന്തായാലും ഉണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ഇന്ന് കാണിച്ച വാഹനങ്ങളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിലെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തണം. എല്ലാവരും വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും ഞങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം രേഖപ്പെടുത്തുക. നിങ്ങൾ ഏതൊക്കെ ജില്ലകളിലിരുന്നാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചാൽ ആ ജില്ലയും കൂടെ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് എവിടെയൊക്കെ ആൾക്കാരുണ്ടെന്നൊന്ന് അറിയാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ കാണാം. അതിൻ്റെ മുമ്പ് നമ്മുടെ വീണ്ടും ഇനാഗ്രേഷൻ്റെ ഒന്നും കൂടി ഒന്ന് എന്നപ്പോൾ പിന്നെ പറഞ്ഞോളൂ. അതായത് ഈ വരുന്ന ജനുവരി 10-ാം തീയതിയാണ്, നമ്മുടെ 2026 10-ാം തീയതിയാണ് നമ്മുടെ ക്യാപ്സ് കാർസിൻ്റെ പുതിയ ക്യാപ്സ് ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ എല്ലാവരും വീണ്ടും ഇൻവൈറ്റ് ചെയ്യാണ്. ഇതേപോലെ നിങ്ങളുടെ ഇപ്പോൾ ഈ ചാനലിലെ സപ്പോർട്ട് പോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ്. അത് പ്രീമിയം സെഗ്മെന്റ് ആണല്ലേ? അത് കുറച്ച് പ്രീമിയം സെഗ്മെന്റ് ആയിട്ട്. ഓക്കെ.
അപ്പോൾ പ്രീമിയത്തിന് നിങ്ങളിനി എവിടെയോ പോകണ്ട, ക്യാപ്സിലേക്ക് തന്നെ വരാം. എല്ലാം ജനുവരി 10 കോഴിക്കോട് മാങ്കാവ് തിരുവണ്ണൂരുള്ള പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റുള്ള ഷോറൂം അല്ലേ? ഓക്കെ, അങ്ങോട്ടേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. അനസേ, താങ്ക് യു, ഹാപ്പി ന്യൂ ഇയർ. ബൈ.